സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KCBC സർക്കുലർ. തുടർഭരണം നേടിവരുന്ന സർക്കാരുകൾ പണം കണ്ടെത്തുന്ന കുറുക്കുവഴിയാണ് മദ്യവിൽപ്പനയും മദ്യനിർമ്മാണവും. പ്രായപൂർത്തിയാകാത്തവരുടെ ഗുണ്ടാസംഘങ്ങൾ ലഹരിയിൽ അക്രമം നടത്തുമ്പോൾ അധികാരികളുടെ കണ്ണ് അടഞ്ഞു തന്നെയാണെന്നും വിമർശനമുണ്ട്. മദ്യവിരുദ്ധ ഞായറാഴ്ചയോടനുബന്ധിച്ച് പള്ളികളിൽ വായിക്കാൻ നൽകിയ സർക്കുലറിലാണ് വിമർശനം. തുടർഭരണം നേടിവരുന്ന സർക്കാരുകൾ പണം കണ്ടെത്തുന്ന കുറുക്കുവഴിയാണ് മദ്യവിൽപ്പനയും മദ്യനിർമ്മാണവും. നാടിനെ മദ്യലഹരിയിൽ മുക്കിക്കൊല്ലാൻ അണിയറ ശ്രമങ്ങൾ നടക്കുന്നു. ബാറുകളുടെയും ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെയും എണ്ണം വർദ്ധിപ്പിച്ചു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട് എളപ്പുള്ളിയിലെ ബ്രൂവറിക്ക് അനുമതി നൽകിയതെന്നുമാണ് സർക്കുലറിലെ വിമർശനം. ലഹരിക്കെതിരായ സർക്കാർ പദ്ധതികൾ പലതും ഫലം കാണുന്നില്ലെന്നും വിമർശനമുണ്ട്. സർക്കാരിന്റെ അമൃതം ആരോഗ്യം പദ്ധതിയിൽ 10 ലക്ഷം പേരാണ് പുകയില ഉപയോഗം മൂലമുള്ള രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ 23 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാടിന്റെ മുക്കിലും മൂലയിലും ലഹരി വ്യാപിച്ചുവെന്നും KCBC ചൂണ്ടിക്കാണിക്കുന്നു. പ്രായപൂർത്തിയാകാത്തവരുടെ ഗുണ്ടാസംഘങ്ങൾ ലഹരിയിൽ ആക്രമണം നടത്തുമ്പോൾ അധികാരികളുടെ കണ്ണ് അടഞ്ഞു തന്നെയാണെന്നാണ് വിമർശനം. മദ്യ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് പള്ളികളിൽ വായിക്കാനാണ് സർക്കുലർ പുറത്തിറക്കിയത്. ഇതര സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ തൊഴിലിനെത്തുന്നവരെ സമ്പൂർണ്ണ പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നും മദ്യവിരുദ്ധ സമിതി സർക്കുലറിൽ ആവശ്യപ്പെട്ടു. സ്കൂൾ, കോളേജ് തലങ്ങളിലും മതബോധന ക്ലാസുകളിലും ലഹരി വിരുദ്ധത പഠിപ്പിക്കണം. ലഹരി വിപത്തുകളെക്കുറിച്ച് സഭാവിശ്വാസികളും ബോധവാന്മാരാകണം. കേരളത്തിലെ മദ്യ ലാസലഹരി മാഫിയയെ അമർച്ച ചെയ്യാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് സർക്കുലറിൽ പറയുന്നു. ജനം, കൊച്ചി.